ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുക. ജിഷ്ണു, കേന്ദ്ര നിരീക്ഷകർ ഇന്ന് തിരിച്ചെത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ ആർക്ക് എന്നുള്ള ആ റിപ്പോർട്ട്. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് നിർണായക തീരുമാനം എടുക്കേണ്ടത്. ഒപ്പം ഈ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. അതിനാൽ നിലവിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല നിയമസഭാ കക്ഷി യോഗം ഹൈക്കമാൻഡിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് അടുത്ത മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള ചർച്ച നടത്തും. നിലവിൽ കേരളത്തിലെത്തി MLA-മാരുടെയും ഒപ്പം ഘടകകക്ഷികളുടെയും അഭിപ്രായം അറിഞ്ഞിട്ടുള്ള കേന്ദ്ര നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നിലവിലെ ഈ MLA-മാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായവും ഉൾപ്പെടെ ധരിപ്പിക്കും. തുടർന്നുള്ള ചർച്ചകളിലൂടെയായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചയിൽ കോൺഗ്രസിന് അടിപതർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മൂന്ന് നേതാക്കളും, അതായത് നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അത്രയധികം വലിയ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസിലെ പ്രവർത്തകർക്കുള്ളിലും ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാകെയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. KC വേണുഗോപാൽ യാതൊരു തരത്തിലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഏറ്റവും ഒടുവിലും അറിയിച്ചിട്ടുള്ളത്. MLA-മാരുടെ കൂടുതൽ പിന്തുണ, 50-നടുത്ത് MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കടുത്ത നിലപാടാണ് KC വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഘടകകക്ഷികൾ ഉൾപ്പെടെ നിലവിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ നിർണായകമായിരിക്കും. അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുലും ഒപ്പം സോണിയാഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് കരുതുന്നു. ഒപ്പം ആ ചർച്ചകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം പരിശോധിച്ചുള്ള ഒരു ചർച്ചയിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. അഖില. ശരി ജിഷ്ണു, ഇനി കിരൺ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് VD സതീശന്റെ തട്ടകമായാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് UDF പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. പറവൂരിൽ നിന്ന് പ്രകടന ജാഥ അടക്കം നടത്താനാണ് തീരുമാനം. പടവെട്ടിയവൻ ഭരിക്കട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരിക്കും പറവൂരിൽ നിന്ന് VD സതീശനു വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. കിരൺ, VD സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലീൻ സ്വീപ്പായി 4 ജില്ലകൾ എടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് എറണാകുളം. അങ്ങനെ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിച്ച നേതാവ് തന്നെ വരണം എന്നുള്ള ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടന ജാഥയൊക്കെ എത്തുമ്പോൾ വിഭാഗീയത കൂടി പുറത്തു വരികയല്ലേ? അഖില, നേരത്തെ തന്നെ VD സതീശനായിട്ട് ഫ്ലെക്സ് യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നത് എറണാകുളത്ത് നിന്നായിരുന്നു. ആദ്യം എറണാകുളത്തെ DCC പ്രസിഡന്റ് തന്നെ ഫേസ്ബുക്കിൽ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നെങ്കിലും ഇതിനെ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരുന്നതാണ്. DCC ഓഫീസിന് മുന്നിൽ തന്നെ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ വെക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവർത്തകരാരും പരസ്യമായിട്ട് രംഗത്തിറങ്ങി ഈ ഒരു ആവശ്യം ഉന്നയിക്കാനായിട്ട് ഇതുവരെ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലെ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയായിരുന്നു. പരസ്യമായി തന്നെ പ്രവർത്തകർ ഇറങ്ങുകയും പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ കളമശ്ശേരിയിൽ പ്രകടനം നടന്നിരുന്നു. ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആലുവയിലും പറവൂരിലടക്കം പ്രകടനം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പരസ്യമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പടവെട്ടിയവൻ തന്നെ ഭരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പുകളില്ലാത്തത് കൊണ്ട് തന്നെ MLA-മാരുടെ ചില പിന്തുണയില്ല. എന്നാൽ പോലും ഈ കോൺഗ്രസിനെ അതിൻ്റെ ഒരു മോശം അവസ്ഥയിൽ നിന്ന് ഭരണത്തിലേക്ക് എത്തിച്ചത് അത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഭരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇന്ന് 5:30-ക്കാണ് പറവൂരിൽ പ്രകടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ആലുവയിലും പ്രകടനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ പ്രവർത്തകരൊക്കെ രംഗത്തെത്തിയിരുന്നതാണ്. ഏതായാലും
എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിയ VD സതീശൻ ചില MLA-മാരുമായി തന്നെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. VD സതീശൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് എറണാകുളം MLA TJ വിനോദ്, ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള ജയ്ക്ക് അടക്കമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ദീപക് ജോയി അടക്കമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ രീതിയിൽ തന്നെ MLA-മാരുടെ പിന്തുണ അത് കൃത്യമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതി അല്ലെങ്കിൽ ആ ഒരു നീക്കം VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 14 MLA-മാരുടെയും പിന്തുണ തനിക്കായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെ എറണാകുളം ജില്ലയിൽ സംബന്ധിച്ചുള്ള ഒരു ഭാഗത്തു നിന്ന് VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യം അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? VD സതീശനോ, KC വേണുഗോപാലോ, അതോ രമേശ് ചെന്നിത്തലയോ? ചോദ്യം അങ്ങനെ ആളുകളുടെ മനസ്സിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടു കൂടി ആ നിർണായക തീരുമാനം, അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ തീരുമാനം എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്.